ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് ലോകത്തിന് വെളിച്ചമായിരിക്കുവാനായിട്ടാണ്. ഈ ലോകം അന്ധകാര നിബിഡമാണ്. യെശയ്യാപ്രവചനം 6-ാം അധ്യായം 1-2 വാക്യങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നു: എഴുന്നേറ്റ് പ്രകാശിക്കുക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, യഹോവയുടെ തേജസ്സും നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. അന്ധകാരം ഭൂമിയെയും കൂരിട്ട് ജാതികളെയും മൂടുന്നു, നിന്റെ മേലോ യഹോവ ഉദിക്കും. അന്ധകാരം നിറഞ്ഞ ലോകത്തിന് വെളിച്ചമായിരിക്കുവാൻ പിതാവായ ദൈവം യേശുക്രിസ്തുവിനെ ലോകത്തിലേക്ക് അയച്ചു. ആ കർത്താവിനെ കണ്ടെത്തിയ ഓരോ വ്യക്തിയും ലോകത്തിൽ ക്രിസ്തുവിന് വേണ്ടി പ്രകാശിക്കണം എന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നു. അന്ധകാരത്തെ മാറ്റുവാൻ വെളിച്ചത്തിന് മാത്രമേ കഴിയുകയുള്ളൂ. ഒരു പ്രകാശ ഗോപുരത്തിൻ്റെ കാവൽക്കാരനും കത്തിച്ച ഒരു മെഴുതിരിയുമായിട്ടുള്ള സംഭാഷണം ഒരാളിങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കത്തിച്ച മെഴുതിരിയുമായി ഗോപുര കാവൽക്കാരൻ ഗോപുരത്തിൻ്റെ മുകളിലേക്ക് പോയിക്കൊണ്ടിരുന്നപ്പോൾ മെഴുതിരി ചോദിച്ചു, എന്നെയും കൊണ്ട് നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്? കാവൽക്കാരൻ ഗോപുരത്തിൻ്റെ മുകളിലേക്കെന്ന് മറുപടി പറഞ്ഞു, അവിടെ നിങ്ങൾ എന്നെ കൊണ്ട് എന്ത് ചെയ്യുവാൻ പോകുന്നു? മെഴുതിരി വീണ്ടും ചോദിച്ചു, കടലിൽ കൂടി പോകുന്ന കപ്പലിനെ വഴികാട്ടിയായി തന്നെ ഉപയോഗിക്കുമെന്ന് അയാൾ മറുപടി പറഞ്ഞു. ഈ അന്ധകാരം നിറഞ്ഞ രാത്രിയിൽ ഞാൻ കപ്പലിന് വഴികാട്ടിയായി തീരുമെന്നും മെഴുതിരി അത്ഭുതപ്പെട്ടു. അതെ, വളരെ ചെറിയ പ്രകാശം നൽകുന്ന നീ ചില ഉപകരണങ്ങളുടെ സഹായത്തോടു കൂടി വലിയ പ്രകാശമായി തീരുവാൻ വേണ്ടി പോകുകയാണ്. നീ ഇങ്ങനെ തന്നെ പ്രകാശിച്ചുകൊണ്ടിരുന്നാൽ മതി, ബാക്കി കാര്യം ഞാൻ ചെയ്തു കൊള്ളാം. നീ എന്നെ അനുസരിച്ചാൽ മതി, നീ വലിയ പ്രകാശമായി തീരുമെന്ന് അയാൾ പറഞ്ഞു. പ്രകാശഗോപുരത്തിൻ്റെ മുകളിലെത്തിയ കാവൽക്കാരൻ മെഴുതിരിയിൽ നിന്ന് തീ വലിയ വിളക്കിലേക്ക് പകർന്നു. അപ്പോൾ മെഴുതിരിയിൽ നിന്ന് ലഭിച്ച പ്രകാശം അതിദൂരത്ത് സ്ഥിതി ചെയ്യുന്ന കപ്പലുകൾക്ക് വഴികാട്ടിയായി തീർന്നു. കാവൽക്കാരൻ മെഴുതിരിയോടെ ഇപ്രകാരം പറഞ്ഞു, നോക്കൂ, നിന്റെ ചെറിയ വെളിച്ചം ഇപ്പോൾ ഇത്ര വലിയ പ്രകാശമുള്ളതായി തീർന്നിരിക്കുന്നു. ഇതിൻ്റെ ഉപയോഗം എത്രയോ ശ്രേഷ്ഠമാണ്. ദൈവം മനുഷ്യനെ ഈ ലോകത്തിൽ വെളിച്ചമായി ജീവിക്കാനായി അയച്ചിരിക്കുന്നു. എന്നാൽ അനേകരും തങ്ങളിലുള്ള വെളിച്ചത്തെ ഊതിക്കെടുത്തി ഇരുട്ടാക്കിയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് തന്നെയും മറ്റുള്ളവർക്കും പ്രകാശമായി തീരുവാൻ കഴിയുന്നില്ല. യേശുക്രിസ്തു ഈ അവസ്ഥയെപ്പറ്റി ഇപ്രകാരം പറയുന്നു: നിങ്ങളിലുള്ള വെളിച്ചം ഇരുട്ടായാൽ ആ ഇരുട്ട് എത്ര വലിയത്. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 23-ാമത്തെ വാക്യം. അത്രത്തോളം വലിയ അന്ധകാരം മനസ്സിനെ ബാധിച്ച അവസ്ഥയിലാണ് ലോകത്തിന് വെളിച്ചമായ യേശുക്രിസ്തുവിനെ ഈ ലോകത്തിലേക്ക് പിതാവായ ദൈവം അയച്ചത്. നിങ്ങളുടെ അരകെട്ടിയും വിളക്ക് കത്തിക്കൊണ്ടിരിക്കട്ടെ എന്ന് യേശുക്രിസ്തു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു. എന്നെ അനുഭവിക്കുന്നവൻ ജീവന്റെ വെളിച്ചമാകുമെന്ന് യേശുക്രിസ്തു പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ജീവന്റെ വെളിച്ചമെന്ന് പറഞ്ഞിരിക്കുന്നത് ജീവനായ ക്രിസ്തുവിന് ലഭിക്കുന്ന വെളിച്ചത്തെ പറ്റിയാണ്. ക്രിസ്തുവിന് ലഭിച്ച വെളിച്ചത്തെ വളർത്തിയെടുക്കുവാനും ദൈവം നമ്മുടെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നു. എങ്കിൽ മാത്രമേ നമുക്ക് വെളിച്ചം മറ്റുള്ളവർക്ക് പ്രയോജനകരമായി തീരുകയുള്ളൂ. നമുക്ക് ലഭിച്ച പ്രകാശത്തെ വളർത്തിക്കൊണ്ടുവരുവാൻ യേശു ക്രിസ്തുവിനെ അനുവദിക്കുക. എങ്കിലേ നിങ്ങൾക്ക് ലഭിച്ച പ്രകാശം മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുകയുള്ളൂ. പാപം നിറഞ്ഞ ലോകത്തിൽ അന്ധകാര പ്രവൃത്തികൾ നടമാടുന്നു. ആത്മഹത്യകൾ, കൊലപാതകങ്ങൾ, മദ്യമയക്കുന്നതിന്റെ ഉപയോഗം ഇവയേറെ വർദ്ധിച്ചിരിക്കുന്നു. ഈ അന്ധകാരത്തെ മാറ്റുവാൻ ദൈവിക വെളിച്ചത്തിന് മാത്രമേ കഴിയൂ. നമുക്ക് ലോകത്തിൻ്റെ വെളിച്ചമായ യേശു ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുന്നവരായിട്ട് തീരാം. ഈട്ടിരിക്കുന്ന ജനത്തിന് പ്രകാശമായി തീരട്ടെ ദൈവത്തിൻ്റെ വചനം.